ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ സ്പ്ലിറ്റാണ്. അപ്പോൾ 4 സ്റ്റെപ്പ് മോഡൽസ് നമ്മൾ പറഞ്ഞു. 4 സ്റ്റെപ്പ് പ്ലാനിങ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ട്രിപ്പ് ജനറേഷൻ, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, മോഡൽ സ്പ്ലിറ്റ് ആൻഡ് ട്രാഫിക് അസൈൻമെൻറ്റ്. ഇതാണ് 4 സ്റ്റെപ്പ് പ്ലാനിങ് പ്രോസസ്സിലെ 4 സ്റ്റെപ്സ്. ട്രിപ്പ് ജനറേഷനും ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ സ്പ്ലിറ്റിനെ കുറിച്ചാണ്. മോഡൽ സ്പ്ലിറ്റ്, ദാറ്റ് ഈസ് വേർഡിൽ തന്നെ ഉണ്ട്, മോഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. അഥവാ ഒരാൾ ഒരു ട്രിപ്പ് പെർഫോം ചെയ്യുന്നത് എയ്തർ ഇൻ എ പ്രൈവറ്റ് വെഹിക്കിൾ ഓർ ഇൻ എ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിനെ ഒരു വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് മോഡൽ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് പേഴ്സൺ ട്രിപ്സ് ബൈ ദ മോഡ് ഓഫ് ട്രാവൽ, യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് ഫ്രാക്ഷൻ, റേഷൻ or percentage of the total number of trips. In general, modal split refers to the trips made by private car as opposed to public transport. ആ മോഡൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ട്രിപ്പ് മെയ്ഡ് ബൈ പ്രൈവറ്റ് കാർ വിത്ത് റെസ്പെക്റ്റ് ടു പബ്ലിക് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ടിന് റെസ്പെക്റ്റായിട്ട് എത്ര ട്രിപ്സ് പ്രൈവറ്റ് കാർസ് പെർഫോം ചെയ്തിട്ടുണ്ട്, അതാണ് മോഡൽ സ്പ്ലിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മോഡൽ സ്പ്ലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രിപ്പ്. നമ്മൾ ഏത് ടൈപ്പ് ട്രിപ്സിനാണ് പോകുന്നത്, അതിന് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അത് പെർഫോം ചെയ്യുന്ന ആളുടെ ഇൻകം, ഫാമിലി സ്റ്റാറ്റസ്, ഇതൊക്കെയാണ് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സിന് വരുന്നത്. സോണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രിപ്പ്. ട്രിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത് എന്താണ് ട്രിപ്പ് പർപ്പസ്. ദാറ്റ് ഈസ് ചോയ്സ് ഓഫ് മോഡ് ഈസ് ഗൈഡഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ബൈ ദി ട്രിപ്പ് പർപ്പസ്. എന്തിനു വേണ്ടിയാണ് ട്രിപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ചോയ്സ് ഓഫ് മോഡ് വ്യത്യാസം വരും. ഹോം ബേസ്ഡ് സ്കൂൾ ട്രിപ്സ് ഹാവ് എ ഹൈ റേറ്റ് ഓഫ് യൂസേജ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഹോം ബേസ്ഡ് സ്കൂൾ ട്രിപ്സ് എന്തുണ്ട്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് കൂടുതലായിട്ട്. ദാറ്റ് ഈസ് സ്കൂൾ ട്രിപ്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ട്രിപ്സാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ആൻഡ് ഹോം ബേസ്ഡ് ഷോപ്പിംഗ് ജേർണീസ്, നമ്മൾ ഷോപ്പിംഗ് ജേർണീസ് എല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മളെ പ്രൈവറ്റ് കാർസാണ്. അപ്പോൾ ട്രിപ്പ് പർപ്പസ് മോഡൽ സ്പ്ലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ട്രിപ്പ് ലെങ്ത്. Length can govern individual choice of a particular mode. A measure of trip length is also possible by travel time and cost of traveling. നമ്മൾ കൂടുതൽ നീളത്തിലുള്ള യാത്രയാണെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ബസ്സോ അല്ലെങ്കിൽ ട്രെയിൻസ് ആണോ യൂസ് ചെയ്യാറുള്ളത്. ഇനി ചെറിയ ചെറിയ പോക്കറ്റ്സിലോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ വി ആർ യൂസിങ് അവർ പ്രൈവറ്റ് വെഹിക്കിൾസ്. അപ്പോൾ ട്രിപ്പ് ലെങ്ത്തും നമ്മളെ മോഡൽ സ്പ്ലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻകം. ഹയർ ഇൻകം യൂസസ് പ്രൈവറ്റ് കാർസ് മോർ ഫ്രീക്വൻ്റ്ലി. ഇൻകം കൂടിയാൽ അവർ പ്രൈവറ്റ് കാർസ് യൂസ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അവരാണ് കൂടുതലായിട്ട് പ്രൈവറ്റ് കാർസ് യൂസ് ചെയ്യുക. അവർക്ക് മണി ഈസ് എ പ്രോബ്ലം ആയിരിക്കില്ല, മണി കൺസ്ട്രെയിൻസ് ആവില്ല. മണി കൺസ്ട്രെയിൻസ് ഉള്ളവരാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇനി കാർ ഓണർഷിപ്പ്. കാർ ഓണർഷിപ്പ് ആൻഡ് ഇൻകം ആർ ഇൻ്റർ റിലേറ്റഡ് ഇൻ ദെയർ എഫക്റ്റ് ഓൺ മോഡൽ ചോയ്സ്. അപ്പോൾ ഇൻകം കൂടുതലുള്ള ആൾക്കാർ കാർ ഓണർഷിപ്പ് ഉണ്ടായിരിക്കും.
കുറവുള്ള ആൾക്കാർ, ലെസ് ഇൻകമുള്ള ആൾക്കാർക്ക് കാർ ഓണർഷിപ്പ് അല്ലെങ്കിൽ ബൈക്ക് ഓണർഷിപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഹയർ ഇൻകം ഉള്ളതിൽ കൂടുതൽ പ്രൈവറ്റ് ജേർണീസ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. Then family size and composition, number of person in the family, number of school going children, number of wage earners, number of unemployed. ഇതെല്ലാം നമ്മൾ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മോഡ് സ്പ്ലിറ്റ്, വെഹിക്കിൾ മോഡ് സ്പ്ലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി സോണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സോണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഡെൻസിറ്റി, എത്ര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്, ആളുകൾ തിങ്ങി പാർക്കുന്നുണ്ടോ. അപ്പോൾ ആളുകൾ തിങ്ങി പാർക്കുകയാണെങ്കിൽ അവിടെ ലെസ് ഇൻകമുള്ള ആൾക്കാരാണ്. തിങ്ങി പാർക്കുന്ന ജനത എന്ന് പറഞ്ഞാൽ ലെസ് ഇൻകമുള്ള ജനങ്ങളാണ് തിങ്ങിപ്പാർക്കുക, ഭയങ്കര ഡെൻസായിട്ട് താമസിക്കാം. അപ്പോൾ അവർ ലെസ് ഇൻകമുള്ള ആൾക്കാർ കൂടുതലായിട്ട് അഫോർഡ് ചെയ്യുന്നുണ്ടാവാം. ഇറ്റ് ഈസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. അപ്പോൾ ലെസ് ഡെൻസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് ഇൻകമുള്ള ആൾക്കാരാണ്, ഹൈ ഇൻകമുള്ള ആൾക്കാരാണ്. അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുള്ള പ്രൈവറ്റ് വെഹിക്കിൾസ് ആയിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് വർക്കേഴ്സ്, ഡിസ്റ്റൻസ് ഫ്രം ദി സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. കുറച്ച് ഡിസ്റ്റൻസ് ആണെങ്കിൽ സാധാരണ ആൾക്കാർ എന്ത് യൂസ് ചെയ്യും? പ്രൈവറ്റ് യൂസ് ചെയ്യും. കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മോസ്റ്റ് കോമൺ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. ആക്സസിബിലിറ്റി റേഷ്യോ ആൻഡ് ട്രാവൽ ടൈം റേഷ്യോ. ആക്സസിബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റിലേറ്റീവ് ആക്സസിബിലിറ്റി ഓഫ് ദാറ്റ് സോൺ ടു ഓൾ അതർ സോൺ ബൈ മീൻസ് ഓഫ് മാസ് ട്രാൻസിറ്റ് നെറ്റ്വർക്ക് ആൻഡ് ഹൈവേ നെറ്റ്വർക്ക്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമായിട്ട് ആ സോൺസ് എത്ര കണ്ട് ആക്സസിബിളാണ്, എത്ര കണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതാണ് ആക്സസിബിലിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസിബിലിറ്റി ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബൈ ആക്സസിബിലിറ്റി ബൈ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്, ദിസ് ഈസ് കോൾഡ് ആക്സസിബിലിറ്റി റേഷ്യോ. ഇനി ട്രാവൽ ടൈം റേഷ്യോ, റേഷ്യോ ഓഫ് ട്രാവൽ ടൈം ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ട്രാവൽ ടൈം ബൈ private car gives a measure of attractiveness of otherwise public transport system. അപ്പോൾ ട്രാവൽ ടൈം റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട്, ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് ഒരു സോണിൽ നിന്ന് വേറൊരു സോണിലോട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് ഡിവൈഡഡ് ബൈ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ കൊണ്ട് ഈ സോണിൽ നിന്ന് വേറൊരു സോണിലോട്ട് എത്ര സമയം എടുക്കുന്നത്, ഇതിൻ്റെ റേഷ്യോ ആണ് എന്ത്? ട്രാവൽ ടൈം റേഷ്യോ. ഈ നമ്മൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ട്രാവൽ ടൈം കണ്ടുപിടിക്കുമ്പോൾ അതിൽ കമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ടൈം സ്പെൻഡ് ബൈ വാക്കിംഗ് ടു പബ്ലിക് ട്രാൻസ്പോർട്ട് അറ്റ് ഒറിജിൻ, ടൈം സ്പെൻഡ് ഫോർ വെയിറ്റിംഗ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ടൈം സ്പെൻഡ് ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, ടൈം സ്പെൻഡ് ഇൻ ട്രാൻസ്ഫർ ഫ്രം വൺ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ടു അനദർ, ടൈം സ്പെൻഡ് ഇൻ വാക്കിംഗ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ റേഷ്യോ കൂടിയാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഫോർ എക്സാമ്പിൾ റേഷ്യോ ഓഫ് ടൈം ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ടു പ്രൈവറ്റ് വെഹിക്കിൾസ് കൂടുതലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതായിരിക്കും? പ്രൈവറ്റ് വെഹിക്കിളായിരിക്കും. കാരണം എന്താണ്? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് നമ്മളെ ഡിസിഷൻസ് എല്ലാം നമ്മൾ എടുക്കുന്നത് ടൈമിനനുസരിച്ച്. ഇനി നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാവൽ ടൈം ബൈ പ്രൈവറ്റ് കാർസ് ഈസ് കമ്പോസ്ഡ് ഓഫ്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ടൈമിനെ കുറിച്ച് പറഞ്ഞു. ഇനി ട്രാവൽ ടൈം ബൈ പ്രൈവറ്റ് കാർ അതെന്തൊക്കെയാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്? ടൈം സ്പെൻഡ് ഇൻ ഡ്രൈവിംഗ് കാർ, ടൈം സ്പെൻഡ് ഇൻ പാർക്കിംഗ് അറ്റ് ഡെസ്റ്റിനേഷൻ, ടൈം സ്പെൻഡ് ഇൻ വാക്കിംഗ് ഫ്രം പാർക്ക്ഡ് വെഹിക്കിൾ ടു ഡെസ്റ്റിനേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ആസ് ദി ട്രാവൽ ടൈം റേഷ്യോ ഇൻക്രീസസ് ദ യൂസേജ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഫാൾ ഡൗൺ. ഈ ട്രാവൽ ടൈം റേഷ്യോ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് അതിൻ്റെ യൂസേജ് കുറഞ്ഞതായിട്ട് നടക്കാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ്
ടൈം ട്രാവൽ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇൻക്രീസ് ചെയ്യാണ്. കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൈവറ്റ് വെഹിക്കിളിലോട്ടാണ് ചൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി തേർഡ് നെറ്റ്വർക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ തേർഡ് വരുന്നതാണ് ട്രാവൽ കോസ്റ്റ് റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ട്രാവൽ ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് കോസ്റ്റ് ഓഫ് ട്രാവൽ ബൈ കാർ. അതിൻ്റെ കോസ്റ്റ് വെച്ചിട്ടാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രാവൽ കോസ്റ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഇക്കണോമിക് സ്റ്റാറ്റസ്. നമ്മൾ ലെസ് ഇൻകമുള്ള ആൾക്കാർ എപ്പോഴും കോസ്റ്റ് നോക്കിയിട്ടാണ് അവരെ മോഡ് ചൂസ് ചെയ്യുന്നുണ്ടാവും. ഇൻ കേസ് നമ്മൾ ഒരു പ്രൈവറ്റ് വെഹിക്കിളാണ് കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനേക്കാളും കൂടുതൽ നമ്മൾ എന്തായി ചൂസ് ചെയ്യുന്നുണ്ടാവുക? പ്രൈവറ്റ് വെഹിക്കിളായിരിക്കും. ഇനി ഹൈ ഇൻകമുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യില്ല? ദേ വിൽ നോട്ട് മൈൻഡ് ദി കോസ്റ്റ് ഓഫ് ട്രാവൽ. അവരെപ്പോഴും നോക്കുന്നുണ്ടാവുക കംഫേർട്ടായിരിക്കും. ഇനി അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കംഫേർട്ട്, കൺവീനിയൻസ്, പ്രസ്റ്റീജ്, ഇതെല്ലാം വേറെ ഫാക്ടേഴ്സാണ്. കംഫേർട്ട് ഈസ് വൺ ഓഫ് ദി മെയിൻ കൺസിഡറേഷൻ ഓഫ് മോഡൽ ചോയ്സ്. കംഫേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ്. വളരെ ലോ ഇൻകമുള്ള ആൾക്കാർ കംഫേർട്ടല്ല, കോസ്റ്റാണ് നോക്കുന്നുണ്ടാവുക. ഒരു മിഡിൽ ഇൻകം, ഒരു ഹൈ ഇൻകമുള്ള ആൾക്കാർ കൂടുതലായിട്ട് കോസ്റ്റിനേക്കാളും കൂടുതൽ അവർ കംഫേർട്ടിനാണ് കൺസിഡറേഷൻ കൊടുക്കാറുള്ളത്. Convenience, which also includes seat probability in public transportation system. The presence of luggage in hand is another factor most frequently weighed by the traveler in deciding between private car and public transport. The relative safety and waiting, transferring and overcrowding, standing, long walking are the most unfavorable factors to the public transport system. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മോഡ്സ് ചൂസ് ചെയ്യുമ്പം കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ടൈപ്സ് ഓഫ് മോഡ് സ്പ്ലിറ്റ് അപ്രോച്ചസ്. മെയിനായിട്ട് 2 തരത്തിലുള്ള മോഡ് സ്പ്ലിറ്റ് അപ്രോച്ചസ് ഉണ്ട്. ട്രിപ്പ് എൻഡ് മോഡൽ സ്പ്ലിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽ സ്പ്ലിറ്റും ഉണ്ട്. ട്രിപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ മുന്നായിട്ട് പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ് എന്ന് പറയും. In which modal split is considered prior trip distribution stage. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൻ്റെ മുന്നായിട്ട് ചെയ്യുന്ന ഒരു മോഡൽ സ്പ്ലിറ്റ് അപ്രോച്ചാണെന്ത്? ട്രിപ്പ് എൻഡ് മോഡൽ സ്പ്ലിറ്റ്. ഇനി രണ്ടാമത്തത് ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽ സ്പ്ലിറ്റ്, ദാറ്റ് ഈസ് ആൾസോ നോൺ ആസ് പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ്. നമ്മൾ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടുള്ള മോഡൽ സ്പ്ലിറ്റ് ആണെന്ത്? ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽ സ്പ്ലിറ്റ്. ഇൻ വിച്ച് മോഡൽ സ്പ്ലിറ്റ് ഈസ് കൺസിഡേർഡ് ആഫ്റ്റർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? മോഡൽ സ്പ്ലിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫ്ലോ ചാർട്ടാണ്. ലാൻഡ് യൂസ് ഉണ്ട്, അതനുസരിച്ചാണ് ട്രിപ്പ് ജനറേറ്റ് ചെയ്യുന്നത്. ട്രിപ്പ് ജനറേഷൻ കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രിപ്പ് മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ മോഡൽ സ്പ്ലിറ്റിനെ എന്ന് പറയുന്നത് ട്രിപ്പ് എൻഡ് മോഡൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത്തെ കേസിൽ ട്രിപ്പ് ജനറേഷനും ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽ സ്പ്ലിറ്റ് എന്ന് പറയുന്നുണ്ട്. ഇനി ഈ 2 കേസസും എന്താണെന്ന് നോക്കാം. ഒന്ന് ട്രിപ്പ് എൻഡ് മോഡൽ സ്പ്ലിറ്റ്. ദ പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ട്രിപ്പ് എൻഡ് മോഡൽ സ്പ്ലിറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ആസ് ഫോളോസ്. അറ്റ് ദി ട്രിപ്പ് ജനറേഷൻ സ്റ്റേജ് ഇറ്റ്സെൽഫ്. ട്രിപ്പ് ജനറേഷൻ സ്റ്റേജിൽ തന്നെ നമുക്കൊന്നെങ്കിൽ ചെയ്യാം മോഡൽ സ്പ്ലിറ്റ്. രണ്ടാമത്തത് ആഫ്റ്റർ ട്രിപ്പ് ജനറേഷൻ ബട്ട് ബിഫോർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ട്രിപ്പ് ജനറേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രിപ്പ് ജനറേഷൻ കഴിഞ്ഞും ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ട്രിപ്പ് എൻഡ് മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതെങ്കിൽ ഒന്നെങ്കിൽ ട്രിപ്പ് ജനറേഷൻ സ്റ്റേജിൽ തന്നെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രിപ്പ് ജനറേഷൻ കഴിഞ്ഞ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന് മുന്നായിട്ടും ചെയ്യാറുണ്ട്. അറ്റ് ദ ട്രിപ്പ് ജനറേഷൻ സ്റ്റേജ്, ആ കേസാണ് ഇനി പറയാൻ പോകുന്നത്. ഇഫ് ദ മോഡൽ സ്പ്ലിറ്റ് ഈസ് കൺസിഡേർഡ് അറ്റ് ദി ട്രിപ്പ് ജനറേഷൻ സ്റ്റേജ് ഇറ്റ്സെൽഫ്, it is necessary to derive multiple linear regression equation for each mode of transport.
ഇനി നമ്മൾ മോഡൽ സ്പ്ലിറ്റ് ട്രിപ്പ് ജനറേഷൻ സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വി നീഡ് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ. കുറച്ച് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ നമ്മൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട് മോഡൽ സ്പ്ലിറ്റ് നമുക്ക് പഠിക്കണമെങ്കിൽ. നമുക്ക് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വെച്ചിട്ട് മോഡൽ സ്പ്ലിറ്റ് കണ്ടുപിടിക്കാൻ. ദിസ് മെത്തേഡ് റിഫ്ലെക്ട്സ് ഡിഫറെൻറ്റ് ട്രിപ്പ് ജനറേഷൻ പാറ്റേൺസ് for different trip purpose and modes. It fails to take into account future changes in public transport system, improvements in the highway system, and the restraint on the use of private car by economic means. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രിപ്പ് ജനറേഷൻ സ്റ്റേജിൽ നമ്മൾ മോഡൽ സ്പ്ലിറ്റ് ചെയ്താൽ ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ട്രിപ്പ് ജനറേഷൻ ബട്ട് ബിഫോർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, ട്രിപ്പ് ജനറേഷന് ശേഷവും ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന് മുന്നായിട്ട് നമ്മൾ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്ന കേസാണ്. ഇഫ് ദ മോഡൽ സ്പ്ലിറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ ട്രിപ്പ് ജനറേഷൻ ബട്ട് ബിഫോർ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, the trip generation are calculated on the assumption that the mode of travel has no influence on trip generation. നമ്മൾ ഇതിൽ അസ്യൂം ചെയ്യുന്നത് ഒരു കാര്യമാണ്, the mode of travel has no influence on trip generation. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ after determining the total trips, these trips are allocated to the public transport system and private car by considering relative attractiveness. നമ്മൾ അട്രാക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് ഈ ടോട്ടൽ ട്രിപ്സിനെ പ്രൈവറ്റ് കാറിലോട്ടും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലോട്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ദാൻ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ആണ് പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡലിൻ്റെ. ദേ ആർ advantages of pre-distribution model split procedure. They are less difficult and less costly as compared to post-distribution method. അപ്പോൾ അത് ലെസ് ഡിഫിക്കൽട്ടും ആണ്, അതുപോലെ തന്നെ ലെസ് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ ദ പോസിബിലിറ്റി ഓഫ് സെപ്പറേറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൈവറ്റ് കാർ ഡിസ്ട്രിബ്യൂഷൻ അഫോർഡഡ് ബൈ ദിസ് മെത്തേഡ് ഈസ് എ desirable feature because of the differing trip lengths by car and public transport. ഇനി തേർഡ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്ന, ദിസ് മെത്തേഡ് റിഫ്ലെക്ട് ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻകം, കാർ ഓണർഷിപ്പ്, ഫാമിലി സ്ട്രക്ചർ, എംപ്ലോയ്മെൻറ്റ് വിച്ച് ആർ ക്യാരക്ടേഴ്സ് അഫക്റ്റിംഗ് ട്രിപ്പ് ജനറേഷൻ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ലെസ് ഡിഫിക്കൽട്ടാണ്, ലെസ് കോസ്റ്റ്ലി ആണ്, അതുപോലെ തന്നെ ദ പോസിബിലിറ്റി ഓഫ് സെപ്പറേറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൈവറ്റ് കാർ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് വളരെ സിമ്പിളായിട്ട് എത്ര ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലോട്ട് പോകുന്നുണ്ട്, എത്ര ആൾക്കാർ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലോട്ട് പോകുന്നുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഈ മോഡൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻകം, ഓണർഷിപ്പ്, ഫാമിലി സ്ട്രക്ചർ. ഇതെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെത്തേഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ്. Since this method is strongly welded to the existing and historical levels of public transport service, they are inappropriate to studies involving planning and improvement of public transportation system. It is inappropriate to the studies involving planning and improvement. നമ്മൾ ഇപ്പോഴത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ വെച്ചിട്ടാണ്, അതിൻ്റെ അട്രാക്റ്റീവ്നെസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മോഡലിൽ നമ്മൾ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ടു സ്റ്റഡീസ് ഇൻവോൾവിങ് പ്ലാനിങ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു ദി പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം.
ഇനി സെക്കൻഡ് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ആർ ഫെഡ് ഓൺ ആൻ ആവറേജ് ഏരിയ വെയ്ഡ് ബൈസസ്. ആസ് സച്ച് ദിസ് പ്രൊസീജിയർ ഫെയിൽസ് ടു റിഫ്ലക്ട് the particular zone-to-zone combination as precisely as trip interchange models. ഇനി നമ്മളെ മോഡൽ സ്പ്ലിറ്റ് അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ സോൺ ക്യാരക്ടറിസ്റ്റിക്സിന് ബേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ മോഡൽ സ്പ്ലിറ്റിൽ കൺസിഡർ ചെയ്യുന്നില്ല, ഈ ടൈപ്പ് മോഡൽ സ്പ്ലിറ്റിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി ട്രിപ്പ് ജനറേഷൻ ഫാക്ടേഴ്സ് ഫുള്ളി. ട്രിപ്പ് ജനറേഷൻ ഫാക്ടേഴ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ടു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ഇൻ്റർസോണൽ ട്രാവൽ. ഇൻ്റർസോണൽ ട്രാവലിൻ്റെ ഇറ്റ് ഈസ് insensitive to future development in interzonal travel. Interzonal travel developmentsൻ്റെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സിന് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ ഈ ഒരു മോഡൽ കൊണ്ട് പറ്റില്ല. അഡ്വാൻറ്റേജസ് ഓഫ് പ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഡൽ സ്പ്ലിറ്റ് പ്രൊസീജിയർ. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ദേ ആർ ലെസ് ഡിഫിക്കൽട്ട് ആൻഡ് ലെസ് കോസ്റ്റ്ലി ആസ് കമ്പയർഡ് ടു പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ്. ലെസ് ഡിഫിക്കൽട്ടാണ്, അതുപോലെ തന്നെ ലെസ് കോസ്റ്റ്ലിയാണ്. ഇനി സെക്കൻഡ് വൺ, ദ പോസിബിലിറ്റി ഓഫ് സെപ്പറേറ്റ് public transport and private car distribution afforded by this method is a desirable feature because of the differing trip lengths by car and public transport. In third one, this method reflects factors such as income, car ownership, family structure, employment, etc., which are characters affecting trip generation. അപ്പോൾ 3 അഡ്വാൻറ്റേജസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ലെസ് ഡിഫിക്കൽട്ടാണ്, ലെസ് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ സെക്കൻഡായിട്ട് വരുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതെല്ലാം ട്രിപ്സ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലോട്ട് പോകും, അതുപോലെ തന്നെ ഏതെല്ലാം ട്രിപ്സ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനിലോട്ട് പോകും നമുക്ക് ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തേർഡ് വൺ, നമുക്ക് ഇൻകം, കാർ ഓണർഷിപ്പ്, ഫാമിലി സ്ട്രക്ചർ, എംപ്ലോയ്മെൻറ്റ്, ഈ ഫാക്ടേഴ്സ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഈ മോഡലിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്, മെത്തേഡ് ഈസ് സ്ട്രോങ്ലി വെൽഡ് ടു ദി എക്സിസ്റ്റിംഗ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ലെവൽസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ദേ ആർ ഇൻഅപ്രോപ്രിയേറ്റ്സ് ടു സ്റ്റഡീസ് ഇൻവോൾവിംഗ് പ്ലാനിങ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ പ്ലാനിങ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റിന് ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. കാരണം നമ്മൾ ഇന്നത്തെ ഒരു എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിനെ കുറിച്ച് മാത്രം പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോഡൽ സ്പ്ലിറ്റ് നമ്മൾ ചെയ്യുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ആർ ഫെഡ് ഓൺ ആൻ ആവറേജ് ഏരിയ വെയ്ഡ് ബൈസിസ് ആസ് സച്ച് ദിസ് പ്രൊസീജിയർ ഫെയിൽസ് ടു റിഫ്ലക്ട് പർട്ടിക്കുലർ സോൺ ടു സോൺ കോമ്പിനേഷൻ. സോൺ ടു സോൺ കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിൽ ചെയ്യുന്നുണ്ട്. ഈ മോഡൽ ഉപയോഗിച്ച് നമ്മൾ മോഡൽ സ്പ്ലിറ്റ് ചെയ്താൽ ആസ് പ്രിസൈസ്ലി ആസ് ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽസ്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ട്രിപ്പ് ജനറേഷൻ ഫാക്ടേഴ്സ് ഫുള്ളി. ട്രിപ്പ് ജനറേഷൻ ഫാക്ടേഴ്സ് ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ടു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ഇൻ്റർസോണൽ ട്രാവൽ. ഇറ്റ് ഈസ് ഇൻസെൻസിറ്റീവ് ടു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ഇൻ്റർസോണൽ ട്രാവൽസ്. ഇത്ര കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രമാണ്
നമ്മൾ ട്രിപ്പ് ജനറേഷൻ കഴിഞ്ഞു. ഇതെല്ലാം അതിൻ്റെ ഫാക്ടേഴ്സാണ്, ട്രിപ്പ് പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ട്രിപ്പ് പ്രൊട്ടക്ഷൻ. ട്രിപ്പ് ജനറേഷൻ കഴിഞ്ഞു. ട്രിപ്പ് ജനറേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ മോഡൽ സ്പ്ലിറ്റ്, ദാറ്റ് ഈസ് പബ്ലിക് ട്രാൻസ്പോർട്ടിലോട്ടും അതുപോലെ തന്നെ റോഡ് വെഹിക്കിൾസിലോട്ടും, ദാറ്റ് ഈസ് കാറിലോട്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഇനി ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽസ്. ട്രിപ്പ് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനാണ്. ഇൻ ദിസ് മെത്തേഡ് മോഡൽ സ്പ്ലിറ്റ് ഈസ് പെർഫോംഡ് ആഫ്റ്റർ ദി ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ. ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. The interzonal trip obtained by public and private trips are first noted. Interzonal trip obtained by public and private trips are first noted. And in this procedure, the zone to zone home-based trips are known. Using this as input, the zone to zone public transport travelers is determined. By subtracting the zone to zone public transport trips from the total zone to zone person trips, the person trips made by motor vehicles are derived. അപ്പോൾ ഈ ട്രിപ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ സോണിലോട്ടും പോകുന്ന ട്രിപ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഓരോ സോണിലോട്ട് പോകുന്ന ട്രിപ്സിനെ നമ്മൾ മോഡലായിട്ട് എത്ര എണ്ണം പബ്ലിക് ട്രാൻസ്പോർട്ടിലോട്ട് പോകുന്നുണ്ട്, എത്ര എണ്ണം പ്രൈവറ്റ് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്, ഈ രീതിയിൽ നമ്മൾ സോൺ ടു സോൺ ട്രിപ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ മോർ സീരിയസ് കൺസിഡറേഷൻ ഈസ് ഗിവൺ ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ ഈ ഒരു ടൈപ്പാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. Then the method makes possible to develop model split relation based on wide range of transport system variable influencing model choice. Third one, the method considers private car and public transport usage on zone to zone basis instead of a zonal basis as in the pre-distribution methods. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് നമ്മൾ സോൺ ടു സോൺ ട്രിപ്സിനെ മോഡൽ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ ഡെപ്തിൽ നമുക്ക് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ മോഡൽ സ്പ്ലിറ്റ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ദ ട്രിപ്പ് ഇൻ്റർചേഞ്ച് മോഡൽ ഈസ് മോർ കോംപ്ലക്സ് ആണ്. കാരണം നമ്മൾ ഒറ്റൊരു സോണ് മാത്രമല്ല, ഒറ്റൊരു സ്റ്റഡി ഏരിയയെ മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, ആ സ്റ്റഡി ഏരിയയിലുള്ള ഓരോ സോൺസും കൺസിഡർ ചെയ്തിട്ട് അതിലുള്ള മോഡൽ സ്പ്ലിറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ദ ടോട്ടൽ പേഴ്സൺ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബിഫോർ എനി മോഡൽ ചോയ്സ് ഈസ് കൺസിഡേർഡ്. This ignore the differing length of journey by car and public transport. ഇനി സെക്കൻഡായിട്ട് വരുന്നത് ഇതാണ്, ടോട്ടൽ പേഴ്സണൽ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബിഫോർ എനി മോഡൽ ചോയ്സ് ഈസ് കൺസിഡേർഡ്. നമ്മൾ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഏത് മോഡൽ ചോയ്സിന് മുന്നായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വന്നാൽ ഇറ്റ് ഇഗ്നോർസ് ദി ഡിഫറിങ് ലെങ്ത്സ്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ കാറ് കൊണ്ടുണ്ടാകുന്ന ജേർണി ടൈം ഡിഫറൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതും എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നത്. ഇനി അതിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാമാണ്. ഇതിൽ പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്പ്ലിറ്റ് മോഡലിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോഡൽ ജനറേഷൻ കഴിഞ്ഞു, ട്രിപ്പെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ട്രിപ്പിന് നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് പ്രൈവറ്റ് വെഹിക്കിളായിട്ടും അതുപോലെ തന്നെ പബ്ലിക് വെഹിക്കിളായിട്ടും സോൺ ടു സോൺ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സോണിൽ ഡിഫറെൻറ്റ് സോണിൽ നിന്ന് പോകുന്ന ട്രിപ്സിനെ നമ്മൾ മോഡ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് വെഹിക്കിളിലോട്ടും അതുപോലെ തന്നെ പബ്ലിക് വെഹിക്കിളിലോട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മോഡ് സ്പ്ലിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. മോഡ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ട്രിപ്സിന് എത്ര ട്രിപ്സ് പ്രൈവറ്റ് വെഹിക്കിളിലോട്ട് പോകുന്നുണ്ട്, എത്ര ട്രിപ്സ് പബ്ലിക് സിസ്റ്റത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അപ്രോച്ചസ് പറഞ്ഞിട്ടുണ്ട്. പ്രീ ഡിസ്ട്രിബ്യൂഷൻ അപ്രോച്ചും ഉണ്ട്, പോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അപ്രോച്ചും ഉണ്ട്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പുതിയ മൊഡ്യൂൾ തുടങ്ങാം. താങ്ക് യു.